അല്ല, രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്, എല്ലാവരും തുറന്നു പറയുന്നില്ല. പ്രത്യേകിച്ച് സിനിമയിലൊക്കെ നിൽക്കുന്ന ആളുകൾ അത് തുറന്നു പറയാൻ ഒരു ഇത്തിരി മടിക്കും. നമുക്ക് എല്ലാവരും വേണമെന്നുള്ളൊരു റൂട്ടിലാണല്ലോ എല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ടാണ് രാഷ്ട്രീയം വന്നതുകൊണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് കേന്ദ്രമന്ത്രിയുണ്ട്, സംസ്ഥാന മന്ത്രിയുണ്ട്, MLA മാരുണ്ടായിട്ട്, MP മാരുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമുള്ള ആളുകൾ ഇതിനകത്ത് പല ഘട്ടങ്ങളിൽ പല കാലഘട്ടങ്ങളിൽ അങ്ങിങ്ങായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഈ പ്രവർത്തിക്കാൻ ഇറങ്ങുന്നവർ മത്സരമൊക്കെ വരുമ്പം അമ്മയ്ക്കുള്ളിൽ നല്ല നമ്മളിപ്പോൾ ഒരു ചായ കുടിക്കുന്നതിൽ ഒരു ഇതെല്ലാം നോക്കി തുടങ്ങിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ. അതങ്ങനെ അമ്മയ്ക്കുള്ളിൽ മാത്രമായി വന്നൊരു മാറ്റമല്ലല്ലോ. നിങ്ങൾ സമൂഹത്തിൽ നോക്കിയാൽ ഏത് ചെറിയ കാര്യത്തിലും എന്ത് പ്രശ്നത്തിലും ഒരു ജാതി മതവും രാഷ്ട്രീയമൊക്കെ മൊത്തത്തിൽ നോക്കുന്ന ഭാഗമായിട്ടുള്ള നോട്ടം ഇവിടെ വന്നിട്ടുള്ളൂ. ഇവിടെ അങ്ങനെ സ്പെഷ്യലായിട്ടൊരു വരവൊന്നും അമ്മയ്ക്കകത്ത് വന്നിട്ടില്ല. ഇനിയിപ്പം അടുത്ത ജനറൽ ബോഡിയിൽ വന്നാൽ നിലവിലുള്ള ബൈലോ മാറ്റാനല്ലേ പറ്റൂ? ഈ പ്രശ്നത്തിന് എന്തെങ്കിലും ഈ പ്രശ്നമില്ല. ഇത് ഇവർ ആയല്ലോ, പരിഹരിക്കപ്പെട്ടല്ലോ. ഇത് ഈ കത്തയച്ച ശേഷം ഞാനതിനെതിരെ വളരെ സ്ട്രോങ് ആയിട്ടൊരു നിലപാടിൽ നിൽക്കുന്നു എന്നുള്ള രീതിയിൽ വന്നുകൊണ്ട് എനിക്കൊരു പ്രശ്നമുണ്ട്. ഞാനത് അഡ്രസ്സ് ചെയ്തു, അത് അവർ പരിഹരിക്കാമെന്നുള്ള ഉറപ്പുകൾ തന്നു. അതെനിക്കൊരു പ്രശ്നം കൂടിയല്ല, ഞാനൊരു അടിയന്തര സ്വഭാവത്തിൽ പരിഹരിക്കേണ്ട ഒരു ആശയം എന്നുള്ള രീതിയിലാണ് ഞാനും പറഞ്ഞത്. അത് തന്നെ കിട്ടിയെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ബൈലോണുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെയാണ്, ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പം അതിന് എല്ലാ ആംഗിളിലും അത് ജനാധിപത്യപരമായിരിക്കണം. എന്തോ ഒന്നത് വൈകിപ്പോയതുകൊണ്ടാണ്. പിന്നെ അവരതിന് പ്രിപ്പയർഡ് ആണോ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അവർ ചിലപ്പോൾ പ്രസ് റിലീസായിട്ട് ഇറക്കാനായിട്ടായിരിക്കും ഒരുക്കുന്നത്. എന്താ നടത്താഞ്ഞെന്ന് ചോദിച്ചാൽ ഞാൻ അതിൻ്റെ അംഗത്തിലില്ലാത്തതുകൊണ്ട് എനിക്ക് അറിയില്ല. വേണേൽ നടത്താമായിരുന്നു, നിലവിൽ നടത്തിയിട്ടില്ല, ഇനി നടത്തുമായിരിക്കും. അതിനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്, എപ്പോൾ വേണേൽ ചെയ്യാം. അല്ലാതെ റിവിഷൻ ഒരു സജസ്റ്റ് ചെയ്തല്ലോ, എങ്ങനെയാണ് എന്താണ് നമ്മൾ പ്രധാനപ്പെട്ട ഞാനതാ പറഞ്ഞ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തണമെങ്കിൽ നമ്മളൊരു പർട്ടിക്കുലർ 4 സീറ്റുകൾ റിസർവേഷനായിട്ട് മാറ്റി വയ്ക്കുക. അവിടെ സ്ത്രീകൾ മാത്രമേ മത്സരിക്കാവുള്ളൂ. ഇപ്പോൾ ഗ്രൂപ്പായിട്ട് മത്സരിച്ചിട്ട് വോട്ട് കുറഞ്ഞാലും അവരെ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് വരുമ്പോൾ നമ്മൾ ജനാധിപത്യത്തിൻ്റെ ഡെഫിനിഷത്തിൽ വോട്ട് കൂടിയ ആളുകൾ മാറേണ്ടി വരും എന്നുള്ളതാണ് വിഷയം. അല്ല, അവിടെയൊക്കെ ഈ വന്ന 4 പേർക്കോ? അല്ല, ആ 4 എല്ലായിടത്തും വരുത്തണം. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ 4 പേര് എടുക്കണമെന്നല്ല ഞാൻ പറഞ്ഞത്. വൈസ് പ്രസിഡൻ്റായിട്ടോ സെക്രട്ടറിയായിട്ടോ എവിടെ ആ 4 സീറ്റുകൾ കൃത്യമായിട്ട് സംവരണം. അത് ഓരോ തവണയും നമ്മളിപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെയൊന്നല്ല, നമുക്ക് ഇത്തവണ ഇന്ന 4 സീറ്റ് മാറ്റി വയ്ക്കാം അല്ലെങ്കിലെന്ന് പറഞ്ഞാൽ അവർ എല്ലാം നമ്മുടെ കയ്യിൽ ഇരിക്കുന്നവരാണല്ലോ. നമുക്ക് കൃത്യമായിട്ട് വേണ്ട രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അത് ബൈലോ റിവിഷൻ ചെയ്യണം. കാരണം ഇത് ഒരു തെരഞ്ഞെടുപ്പുമായും ഭാരവാഹിത്വമായും ബന്ധപ്പെട്ട കാര്യമായതുകൊണ്ട് അത് ബൈലോ റിവിഷൻ ചെയ്യണം എന്നുള്ളതുള്ളൂ.